മക്കളെ 2026 നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമിയുടെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഇതിലെ വേക്കൻസീസ്, അതായത് എത്ര കുട്ടികൾക്ക് ഈ സ്കീം വഴി പഠിക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലെ ആർമി വിങ്ങിൽ 198 ആൺകുട്ടികൾക്കും 10 പെൺകുട്ടികൾക്കും, അങ്ങനെ 208 പേർക്ക്. നേവിയിലേക്ക് 37 ആൺകുട്ടികൾക്കും 5 പെൺകുട്ടികൾക്കും. ഇനി എയർഫോഴ്സിലെ ഫ്ലൈയിങ് സെഷനിലേക്ക് 90 ആൺകുട്ടികൾക്കും 2 പെൺകുട്ടികൾക്കും, അങ്ങനെ ടോട്ടൽ 92 സീറ്റ്. ഗ്രൗണ്ട് ഡ്യൂട്ടീസ്, ടെക്നിക്കൽ ഡ്യൂട്ടീസിൽ 16 ആൺകുട്ടികൾക്കും 2 പെൺകുട്ടികൾക്കും. ഗ്രൗണ്ട് ഡ്യൂട്ടീസ് നോൺ ടെക്നിക്കലിൽ 8 ആൺകുട്ടികൾക്കും 2 പെൺകുട്ടികൾക്കും. ഇനി നേവൽ അക്കാഡമിയിലെ +2 കേഡറ്റ് എൻട്രി സ്കീം പ്രകാരം 21 ആൺകുട്ടികൾക്കും 3 പെൺകുട്ടികൾക്കും, അങ്ങനെ ടോട്ടൽ 370 ആൺകുട്ടികൾക്കും 24 പെൺകുട്ടികൾക്കുമായിട്ട് 394 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഒരു എക്സാമിൻ്റെ ബേസിലാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുക. എക്സാം നടക്കുന്നത് കേരളത്തിൽ 3 സെൻറ്ററിലാണ്. ഒന്ന് കൊച്ചിയിലുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഇതിൻ്റെ ക്രൈറ്റീരിയ നോക്കുക. ക്രൈറ്റീരിയയിൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള, അതായത് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റും മറ്റു ഡീറ്റെയിൽ നോക്കുക. ഒന്ന്, ഓൺലി അൺമാരീഡ് ആയിരിക്കും, വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുക. അതിൽ ഏജിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 2007 ജൂലൈ 1 ശേഷവും 2010 ജൂലൈ 1 മുമ്പും ജനിച്ചവരായിരിക്കണം. അതായത് 2007 ജൂലൈ 1 ശേഷം ജനിച്ചവരോ 2010 ജൂലൈ 1 മുമ്പ് ജനിച്ചവരോ ആയിരിക്കണം. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുക. ആർമി വിങ്ങിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പഠിക്കാനായിട്ട് +2 പാസ്സായാൽ മതി. +2 പാസ്സാവുക, അതിൽ 2 രീതിയിൽ ചെയ്യാം. അതായത് +2 പാസ്സായതോ അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, റിസൾട്ട് വെയിറ്റിംഗ് ആയിരിക്കുന്ന ഈ വർഷം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാം. എന്നാൽ എയർഫോഴ്സ് ആൻഡ് നേവൽ വിങ്ങിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ടത് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുണ്ടാവണം. അതേസമയം ആർമി വിങ്ങിലേക്കാണെങ്കിൽ ഏത് സബ്ജക്റ്റും പ്രശ്നമില്ല, +2 പാസ്സായാൽ മതി, അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരായാൽ മതി. +1 പറ്റില്ല. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഈ വർഷം +2 പഠിച്ചവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും +2 പാസ്സായവർക്കും മാത്രം. നേരെ തിരിച്ച് എയർഫോഴ്സ് ആൻഡ് നേവൽ വിങ്ങിലേക്കാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുണ്ടാവണമെന്ന് നിർബന്ധമുണ്ട്. ആപ്ലിക്കേഷൻ ഫീ നോക്കുക. SC, ST, അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, അതുപോലെ JCOs അല്ലെങ്കിൽ NCOസിൻ്റെ മക്കൾക്ക് ഒക്കെ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കിയുള്ള ബാക്കി ഈ കാറ്റഗറിയിലൊന്നും വരാത്തവർക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. ഇനി അപ്ലൈ ചെയ്യേണ്ടത് upsconline.nic.in എന്നുള്ള സൈറ്റ് വഴിയാണ്. UPSC എക്സാം നടത്തിയിട്ടാണ് ഇത് സെലക്ഷൻ നടത്തുക. ഒരു പ്രൈമറി എക്സാം ഉണ്ടാവും. അതിൽ ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് പിന്നീട് ഇൻ്റർവ്യൂ ഉണ്ടാവും, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ കുറേ പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ നടക്കുക. അതിന് പ്രൈമറി ആയിട്ടുള്ള എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഈ വന്നിരിക്കുന്നത്. ഇനി ഓൺലൈൻ അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2025 ഡിസംബർ 30 വൈകിട്ട് 6 മണി വരെ മാത്രമാണ് സമയമുള്ളത്. ഇനി എക്സാമിൻ്റെ സ്കീം നോക്കുക. ഒന്നാമത്തേത് മാത്സ്, കോഡ് 1 മാത്സ് ആണ്. 2.5 മണിക്കൂറിൻ്റെ എക്സാമാണ്, 300 മാർക്കിനുള്ളതാണ്. രണ്ടാമത് കോഡ് 2 2.5 മണിക്കൂറിൻ്റെ ജനറൽ എബിലിറ്റി ടെസ്റ്റാണ്, 600 മാർക്കിൻ്റേതാണ്. ടോട്ടൽ 900 മാർക്കിലാണ് എക്സാം ഉണ്ടാവുക. അതുകൂടാതെ ഇൻ്റർവ്യൂവിനൊക്കെ ആയിട്ട് 900 മാർക്ക് വേറെയും ഉണ്ടാവും. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. അതായത് റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. ആ നെഗറ്റീവ് മാർക്ക് 1/3, 3-ൽ 1 ആയിരിക്കും ഉണ്ടാവുക. 0.33 മാർക്കാണ് ഒരു നെഗറ്റീവ് ആൻസറിന്. ഒരു കറക്റ്റ് ആൻസറിന് 1 മാർക്ക് കിട്ടും. 1 തെറ്റിയാൽ 0.33 മാർക്ക് മൈനസ് ആവുകയും ചെയ്യും. അപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈറ്റിൽ, ഞാൻ മുമ്പ് കാണിച്ച സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽ കാണാം. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതും എങ്ങനെയാണ് അതിൻ്റെ സ്കീം എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണയെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മറ്റ് അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.